പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. എങ്ങനെയിരിക്കുന്നു? നന്നായിരിക്കുന്നോ? ശോകത്തോടെ ഇരിക്കുന്നുവോ? നിങ്ങളുടെ മുഖമത് കാണിക്കുന്നുണ്ടല്ലേ? നിങ്ങൾ ശോകത്തോടെ ഇരിക്കുന്നു, ഭയപ്പെട്ടിരിക്കുന്നു, ഭീതിയോടെ ഇരിക്കുന്നു. നമ്മുടെ മനസ്സിൽ എന്താണുള്ളത് എന്ന് നമ്മുടെ മുഖത്ത് കാണാൻ സാധിക്കും അല്ലേ? മുഖമത് പുറമേ കാണിച്ചു തരും. ഉള്ളിലുള്ളത് മുഖത്ത് കാണാം എന്ന് പറയാറുണ്ട്. വേദപുസ്തകത്തിൽ ഒരു നല്ല വാക്യമുണ്ട്. 1 ശമൂവേൽ 16:7 യഹോവ പറയുന്നു, മനുഷ്യൻ കണ്ണിൽ കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു. യഹോവ തന്നെ പറയുന്നു, മനുഷ്യർ നിങ്ങളുടെ മുഖത്തെ നോക്കുന്നു, എന്നാൽ ഞാൻ നിന്റെ ദൈവമാകുന്ന യഹോവ ഹൃദയത്തെ നോക്കുന്നു. ഹൃദയത്തിൽ മറച്ചുവെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം യഹോവയ്ക്കറിയാം. യഹോവയ്ക്കൊന്നും മറഞ്ഞിരിക്കുന്നില്ല. നിങ്ങളുടെ ഹൃദയത്തിൽ എന്താണുള്ളത്, നിങ്ങളുടെ മനസ്സിൽ എന്താണ് ചിന്തിക്കുന്നത് എന്നെല്ലാം യഹോവയ്ക്ക് അറിയാം. നാം പലപ്പോഴും അത് മറന്നു പോകുന്നു. എനിക്ക് പരിചയമുള്ള ഒരു നല്ല ശുശ്രൂഷകൻ, അയാൾ ദൈവകൃപയുള്ള ഒരു നല്ല ശുശ്രൂഷകനാണ്. അയാളുടെ അടുത്ത് ഒരു മാതാവ് തൻ്റെ ചെറുപ്പക്കാരിയായ മകളെയും കൊണ്ട് പ്രാർത്ഥിക്കാനായി ചെന്നു. അമ്മ പറഞ്ഞു, എൻ്റെ മകൾക്ക് കല്യാണം നടക്കുന്നില്ല പാസ്റ്റർ. എല്ലാം തടസ്സമായിക്കൊണ്ടിരിക്കുന്നു. അവൾ അത് വേണ്ട ഇത് വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അവളുടെ വിവാഹം നടക്കണം, അതിനുവേണ്ടിയാണ് വന്നത് എന്ന് പറഞ്ഞു. ആ ശുശ്രൂഷകൻ ക്ഷമയോടെ എല്ലാം കേട്ട് ശരി പ്രാർത്ഥിക്കാം എന്ന് കണ്ണുകൾ അടച്ചു. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചിട്ട് അയാൾ പറഞ്ഞു, നിങ്ങളുടെ മകൾ കല്യാണം കഴിച്ചിട്ടുണ്ടല്ലോ, പിന്നെന്തിനാണ് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് എന്ന് ചോദിച്ചു. ആ മാതാവാകെ പതറിപ്പോയി. ഇല്ല പാസ്റ്റർ, ഇവൾ പഠിപ്പ് പൂർത്തിയാക്കി ജോലി ചെയ്യുകയാണ്. ഇവൾക്ക് ഇനിയും കല്യാണം നടന്നിട്ടില്ല. ഞങ്ങൾ കുറേ വർഷങ്ങളായി പ്രയത്നിക്കുന്നു, പക്ഷേ ഒന്നും നടക്കുന്നില്ല. ഇവളും ഒന്നിലും സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇല്ലമ്മേ, ദൈവം പറയുന്നു നിങ്ങളുടെ മകൾ കല്യാണം കഴിച്ചിട്ടുണ്ട്. അമ്മ വീണ്ടും പതറിപ്പോയി. എന്താ പാസ്റ്റർ അങ്ങനെ പറയുന്നേ? എൻ്റെ മകൾ ഇനിയും കല്യാണം കഴിച്ചിട്ടില്ല. എന്നിട്ടും കല്യാണം കഴിച്ചു എന്ന് എങ്ങനെയാണ് പറയുന്നത്? പാസ്റ്റർ പറഞ്ഞു, നിങ്ങളുടെ മകളോടൊന്ന് ചോദിച്ചു നോക്ക് എന്ന്. അപ്പോഴാണ് അമ്മ മകളെ നോക്കുന്നത്. അവൾ തല കുനിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ആ രഹസ്യം പുറത്തായത്. വീട്ടിലാരും അറിയാതെ അവളൊരു ചെറുക്കനെ രജിസ്റ്റർ മാരേജ് ചെയ്ത് അവനോടൊത്ത് ജീവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. വീട്ടിൽ നല്ല കുട്ടിയെപ്പോലെ ജോലിക്ക് പോകും, വൈകുന്നേരമാകുമ്പോൾ തിരിച്ചെത്തും, ഫ്രണ്ടിനെ കാണാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു പോകും. അവൾ രക്ഷിതാക്കളെ പറ്റിച്ചുകൊണ്ടൊരു ജീവിതം നയിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ദൈവത്തെ പറ്റിക്കാനാകുമോ? ദൈവസന്നിധിയിൽ വന്നപ്പോൾ ദൈവം രഹസ്യത്തെ വെളിപ്പെടുത്തി കാണിച്ചു കൊടുത്തു. ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും മറയ്ക്കാനാകുമോ? ദൈവത്തിനെല്ലാം തന്നെ അറിയാം. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, മനുഷ്യൻ മുഖത്തെ നോക്കുന്നു, കർത്താവാകുന്ന യഹോവ ഹൃദയത്തെ നോക്കുന്ന ദൈവമാണ്. നമ്മുടെ ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്നതെല്ലാം ദൈവത്തിനറിയാം. അതുകൊണ്ട് നാം ദൈവത്തോടെല്ലാം മനസ്സ് തുറന്ന് സംസാരിക്കണം. നമ്മുടെ കുറ്റങ്ങളും കുറവുകളും, സന്തോഷം, ദുഃഖം, ബലഹീനത, ഇതെല്ലാം ദൈവത്തോട് ഹൃദയം തുറന്ന് പറയുകയാണ് എങ്കിൽ ദൈവം നമ്മെ സന്തോഷത്തോടെ ആശ്ലേഷിച്ച് അത് ശരിയാക്കി നമ്മെ വിശുദ്ധീകരിച്ച് ഭംഗിയായി വഴി നടത്തും. അതുകൊണ്ട് ഇന്ന് ദൈവത്തെ നോക്കി, എൻ്റെ ഹൃദയം അങ്ങേക്കറിയാം ദൈവമേ, എൻ്റെ ഹൃദയത്തിൽ വേണ്ടാത്ത ചിന്തകളുണ്ടെങ്കിൽ അത് മാറ്റേണമേ, കുറ്റങ്ങളുണ്ടെങ്കിൽ അവയെല്ലാം മാറ്റേണമേ, എല്ലാം ഞാൻ അങ്ങയോട് പറയുന്നു എന്ന് പറയൂ. നിങ്ങളുടെ ഹൃദയം ലഘുവാകുന്നതറിയും. ഭാരമെല്ലാം നീങ്ങും, പരിഭ്രമമെല്ലാം മാറും. നിങ്ങളുടെ മനസ്സിൽ സന്തോഷം നിറഞ്ഞു കവിയും. പറയുമോ? എന്നാൽ കണ്ണുകളടച്ച് ഹൃദയത്തിൽ കൈവച്ചു പറയൂ, യേശുവേ, എൻ്റെ ഹൃദയം അങ്ങേക്കറിയാമല്ലോ. എൻ്റെ ഹൃദയത്തിൽ ഒന്നും മറച്ചു വയ്ക്കാൻ എനിക്കാവില്ല. അങ്ങനെ കാണുന്നു, ഇപ്പോൾ എൻ്റെ ഹൃദയത്തിൽ കാണുന്നു. എല്ലാം ഞാൻ അങ്ങയോട് പറയുന്നു. എൻ്റെ ബലഹീനതകളും കുറ്റങ്ങളും തെറ്റുകളും എന്നെ ബാധിക്കുന്നതായ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും അങ്ങയുടെ സന്നിധിയിൽ വയ്ക്കുന്നു. അവയെല്ലാം അങ്ങെന്നോട് ക്ഷമിച്ച് മറന്ന് ശരിയാക്കി പുതിയ ഹൃദയമാക്കി മാറ്റേണമേ. സന്തോഷവും സമാധാനവുമുള്ള ഹൃദയമായി മാറ്റിത്തരേണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ